അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിം ലെവലിംഗ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് ചെറുതായിട്ട് പനി പിടിച്ചു. സോ യു ആർ നോട്ട് ഏബിൾ ടു ഡു സം വർക്കൗട്ട്സ്. സോ ടുഡേ നമ്മൾ ഇവിടെ തിരിച്ചു വന്നിരിക്കുകയാണ് ആൻഡ് റൈറ്റ് ബാക്ക് ഓൺ അവർ ഫീറ്റ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബാക്ക് വർക്കൗട്ട്സ് ആണ്. സോ ലെറ്റ്സ് ഗോ. സോ ബാക്ക് വർക്കൗട്ടിന് മുമ്പ് നമ്മൾ സ്ട്രെച്ചിങ് പരിപാടിയൊക്കെ ചെയ്യുന്നതാണ്. സോ പ്രോപ്പറായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ടേ എപ്പോഴും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ വർക്കൗട്ട് എന്ന് വെച്ചാൽ ലാറ്റ് പുൾ ഡൗൺ ആണ്. ലാറ്റ് പുൾ ഡൗൺ തന്നെ നമുക്ക് പല വേരിയേഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കോംബോ മൂവ്മെൻ്റ് ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് വിത്ത് വൺ കോംബോ മൂവ്മെൻറ്റ്. സോ ലെറ്റ്സ് ഗോ. വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം നമ്മളൊരു ലൈറ്റ് വെയിറ്റ് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് പയ്യെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുക. ഓൾറൈറ്റ്. പിന്നെ ക്ലോസ് ആണ്. നമ്മുടെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. ഓൾറെഡി നല്ല ഫീലുണ്ട്. സോ ഇതിൻ്റെ ഒരു 2 സെറ്റ്സ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് കംപ്ലീറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ സെക്കൻഡ് സെറ്റ് നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അടുത്ത സെറ്റ് നമ്മൾ തുടങ്ങുകയാണ്. ഇതിൽ നമ്മൾ വൈഡ് ഹാൻഡ് ഗ്രിപ്പ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചിൻ ക്ലോസ്, അങ്ങനെ ക്ലോസ് ചെയ്ത് വരിക. ഓക്കെ. ഇതിൽ മാക്സിമം ഒരു 8 reps ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്കാം. അപ്പോൾ സെക്കൻഡ് സെറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് സെയിം സാധനം 1 more സെറ്റ് ചെയ്യും. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് തുടങ്ങാം. നെക്സ്റ്റ് വർക്കൗട്ട്. ഓൾറൈറ്റ്. ലാസ്റ്റ് സെറ്റ്. ഓൾറൈറ്റ്. ലെറ്റ്സ് ഗോ. ഫസ്റ്റ് കോംബോ വർക്കൗട്ട് സെഷൻ കഴിഞ്ഞു. സോ ഇനി നെക്സ്റ്റ് വർക്കൗട്ട്. നമ്മളിന്ന് ഒറ്റയ്ക്കാണ് വന്നത്. കാരണം എല്ലാവർക്കും ഇപ്പോൾ ലീവ് കിട്ടിയിരിക്കുന്നു. സെം ബ്രേക്കിന് സമയമാണ്. അവിടെ ലീവ് കിട്ടി. അതുകൊണ്ട് എല്ലാവരും നാട്ടിൽ പോവുകയാണ്. എൻ്റെ കൂടെ ഉള്ളൊരു ഫ്രണ്ടാണ്, അവളാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ടൈം ഐ ഗെസ് എല്ലാവരും വരുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിലല്ല, ഒരു 2 weeks, ആഫ്റ്റർ 2 weeks എല്ലാവരും തിരിച്ചു വരുന്നതാണ്. സോ നമ്മൾ പറഞ്ഞ പോലെ അൽത്താഫും ജിമിറ്റനും എല്ലാവരും കൂടെ റിട്ടേൺ അടിക്കുന്നതാണ്. സോ വെയിറ്റ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഗൈസ്. സോ നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് കിടക്കാം. നെക്സ്റ്റ് വർക്കൗട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേബിളിലാണ്. നമ്മൾ നെക്സ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഒരു ലൈറ്റ് വെയിറ്റ് ഇട്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അടിക്കണമെന്നാണ്. സോ നമുക്ക് വെയിറ്റ് ലോവർ ചെയ്യുക. സീറ്റ് വെക്കാൻ മറക്കരുത്. സീറ്റ് അവിടെ താഴെ കിടന്നാനെ. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വെയിറ്റ് എടുക്കണം. എന്നിട്ട് നമ്മൾ കാല് അഡ്ജസ്റ്റ് ചെയ്യണം. ഓൾറൈറ്റ്. ആൻഡ് ദെൻ നമ്മൾ വെയിറ്റ് അങ്ങ് കൊടുക്കണം. ഓക്കെ. ഫോക്കസ്. ഒരുപാട് ബാക്കിലോട്ട് ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്ക് നമ്മൾ നന്നായിട്ട് ക്രഞ്ച് ചെയ്യണം.
ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ബോഡി ഷിവർ വരുമ്പോൾ റിലീസ് ചെയ്യുക. Slowly. Alright, first set finished. Ini second set. Alright, second set. Almost starting now. Back low, get it. Alright, second set കഴിഞ്ഞു. ഇനി അടുത്തത് തേർഡ് സെറ്റ്. സെയിം സാധനം അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വർക്ക്. ഇനി നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഈ വർക്കൗട്ടിൻ്റെ ലാസ്റ്റ്. ഇനി കുറച്ചുകൂടെ ഉണ്ട്. പുറത്ത് നല്ല മഴയാണ്, അന്തരീക്ഷം നല്ല കൂൾ ഡൗൺ ആണ്, എൻ്റെ ബോഡി നല്ല ഹീറ്റാണ്. സോ നല്ല സുഖമുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വെയിറ്റ്, ലൈറ്റ് വെയിറ്റ്. 2, 3, 4, 5, 6, 800. Nice. Let's shift to next workout. Look, let's go. My voice is kind of like no good, I guess, because I'm not recovered. So little bit weak. ചെറുതായിട്ട് നമ്മൾ വീക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ട് തുടങ്ങാം. ഒറ്റയ്ക്കാണ് ഇതൊക്കെയാണ് പ്രശ്നം. ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് വെയിറ്റ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു 2 സെറ്റ് കൂടെ കഴിഞ്ഞാൽ നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് കയറാം. സോ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു തരാം കേട്ടോ. I'm not a professional, so you guys have to say if there's any mistakes. Alright, നമുക്ക് അടുത്ത 2 സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ട്. Alright. Alright guys, ഇതിൻ്റെ ഒരു സെറ്റ് കൂടെ. എത്തുന്നില്ല. ആ വെയിറ്റ് ചെറുതായിട്ട് ഹെവി ആയിട്ട് തോന്നി, കാരണം നമ്മൾ വന്നിട്ട് കുറച്ച് നാളായി. സോ റൈറ്റ് ഓഫ് ദി ബാറ്റ് 20 kg എടുക്കാൻ പാടില്ലായിരുന്നു. ഒരു 15 കിലോന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു. ബട്ട് എനിക്കിതൊരു ഇച്ചിരി ഇത് കൂടുതലായതുകൊണ്ട് 20 kg സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഐ വാസ് കില്ലിങ് മീ. ആഫ്റ്റർനൂൺ ഇതിന് പിന്നെ വന്നിട്ട് ഒരു പാർട്ട് കൂടെ ചെയ്യുന്നതായിരിക്കും, ഷോൾഡർ. സോ നമ്മളെ ഷോൾഡറിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടുണ്ട്, നമ്മളതിരുന്നില്ല. സോ ലെവൽ 2 ബാക്ക് വർക്കൗട്ട്, ഒരു വർക്കൗട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫിനിഷ് ആകും. വെയിറ്റ് റീപ്ലേസ് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഒരു വർക്കൗട്ട് കൂടെ പെൻഡിങ് ഉണ്ട്. അവിടെ കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ബാക്ക് വർക്കൗട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞ് ഈവനിങ് നമ്മൾ വന്നിട്ട് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട്. ഓൾറൈറ്റ്, സോ നമ്മളിന്ന് ചെയ്തത് ജസ്റ്റ് ബേസിക് സ്മോൾ വർക്കൗട്ട്സ് ആണ്. നമ്മൾ ഇനിയും
ഇന്ത്യൻസ് വർക്കൗട്ട് വരുന്നതായിരിക്കും ചാനലിലൂടെ, നമുക്ക് കാണാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദിസ് വൺ. Two more set, guys. റോയൽ മിൽക്ക് എന്ന് കാണുന്നത് ഇത് എൻ്റെ ടീഷർട്ട് അല്ല, ഞാൻ എഞ്ചിനീയറിംഗ് അല്ല പഠിക്കുന്നത്. ഓക്കെ, ഞാൻ നേഴ്സിംഗ് ആണ്. ഇതെൻ്റെ ചേട്ടൻ്റെ ടീഷർട്ട്. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ പരമ്പരാഗതമായി കൈമാറി വരുന്ന ഉടുപ്പുകളായിരിക്കും ഇടുന്നത്. ഓൾറൈറ്റ്, നമ്മളായിട്ട് ഉടുപ്പുണ്ട്, എന്നല്ല. ഗൈസ്, ഫൈനൽ വർക്കൗട്ട് കഴിഞ്ഞു ഗൈസ്. സോ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലൈക്ക് മിഡ്. ഓക്കെ, നമ്മളിപ്പോൾ പണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്, പക്ഷേ ആൾക്കാർ ഒരുമിച്ച് നമ്മളെ ജിം ബ്രോസൊക്കെ ഉള്ള ടൈമിൽ ആ ഒരു ഫീല് വേറെയാണ്. ആൾക്കാരാണ് നമ്മൾ കുറച്ചുകൂടെ നമ്മളെ പുഷ് ചെയ്തു, നമ്മൾ പുഷ് പാസ് അവർ ലിമിറ്റ്സ് എന്ന് പറയും. നമ്മൾ ലിമിറ്റ് കടന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യും അണ്ടിൽ ഫെയിലിയർ. ആ ഒരു പരുവത്തിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. സോ ദിസ് വാസ് വെരി ഫ്യൂ വർക്കൗട്ട്സ്, എന്നാൽ എഫക്റ്റീവാണ്, നല്ല സുഖമുണ്ട്. സോ യു ഗൈസ് ഗോtta കീപ് ഓൺ വർക്കിംഗ് ഔട്ട്. സോ ഇതന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം മുന്നോട്ട്. വർക്കൗട്ട് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, ബി സ്ട്രെയിറ്റ് ഓൺ യുവർ ഗോൾസ്, വർക്ക് ഫോർ യുവർ ഗോൾസ്, വർക്ക് ഹാർഡ് ഫോർ യുവർ ഗോൾസ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓൾറൈറ്റ്, പഠിക്കാനും മറന്നു പോരുത് ഇതിനിടയ്ക്ക്. മാത്രം ഫോക്കസ് ആയാൽ മാത്രം പോരാ, നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടണം. സോ ഐ തിങ്ക് ദാറ്റ്സ് ഓൾ. ജസ്റ്റ് കീപ്പ് ഓൺ പുഷിങ് ഹാർഡ്, കീപ്പ് വർക്കിംഗ് ഔട്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുക, അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട്. സോ ജസ്റ്റ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പ്ലെയിൻ സ്ട്രെച്ചിങ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വർക്കൗട്ട് ഫിനിഷായി, നമുക്ക് വീട്ടിൽ പോകാം. Alright, I think you guys enjoyed watching me. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു സിമ്പിൾ വീഡിയോ ആയിരുന്നു. ആൻഡ് ഐ എം സ്റ്റിൽ റിക്കവറിങ്. നമ്മൾ പ്രോപ്പറായിട്ട് റിക്കവർ, ഞാൻ ഇപ്പോൾ തന്നെ ഒരു 4 days ലീവിലായിരുന്നു ജിമ്മിൽ. സോ കോളേജിൽ നിന്നു. സോ നമ്മൾ റിക്കവർ ആയിട്ട് മാത്രമേ നമ്മുടെ വർക്കൗട്ട് ഫോക്കസ് ചെയ്യാവുള്ളൂ. നമ്മുടെ സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുത്തി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. സോ ബൈ.